തിരുവല്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ്. അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽക്കുളവും പാർക്കും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ, അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും. ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. തെക്കുംകര പഞ്ചായത്തിലെ മങ്കരയിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. 1 മാസത്തോളമായി പൈപ്പ് പൊട്ടിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. സംഭവത്തിൽ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകി. തെക്കുംകര മണ്ഡലത്തിലെ മങ്കര മാവിൻചോട് റോഡ് പരിസരത്താണ് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. മങ്കര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ ജലജീവൻ പൈപ്പാണ് 1 മാസമായി പൊട്ടിക്കിടക്കുന്നത്. മങ്കര എങ്കക്കാട് റോഡിലാണ് ഈ ചോർച്ചയുള്ളത്. ഇതിന് സമീപത്ത് തന്നെ രണ്ടാമതൊരു സ്ഥലത്തു കൂടി പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. പലയിടത്തും കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കെയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ലിറ്റർ കണക്കിന് വെള്ളം റോഡിലൂടെ ഒഴുകി നശിക്കുന്നത്. റോഡ് തകരാനും ഇത് കാരണമാകുന്നുണ്ട്. മങ്കര പ്രദേശത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി അമിതമായിട്ട് വെള്ളം പോവുകയാണ്. അവിടുത്തെ ജനവാസ മേഖലയിൽ ആളുകൾക്ക് വെള്ളം കിട്ടുന്നില്ല. കാരണം പൈപ്പ് പൊട്ടി പോകുന്നതുകൊണ്ട് മെയിൻ പൈപ്പാണ് പൊട്ടി പോകുന്നത്. റോഡിൽ 2 സ്ഥലത്താണ് പൊട്ടിക്കുന്നത്. ആ 2 സ്ഥലത്ത് പൊട്ടിയിട്ട് ഇപ്പോൾ നമ്മൾ 2 ആഴ്ചയായി വാട്ടർ അതോറിറ്റിയിൽ പറഞ്ഞിട്ട് സാറിനെ വിളിച്ചു, അതുപോലെ ഓവർസീറെ വിളിച്ചു. ഇവർ വന്ന് നോക്കി പോയതല്ലാതെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമ്മൾ സംസ്ഥാന വാട്ടർ അതോറിറ്റിയുടെ ഇതിൽ നമ്മൾ വിളിച്ചു പറഞ്ഞു. അവിടെ വിളിച്ചു പറഞ്ഞിട്ട് അവർ നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ പരാതി എത്രയും പെട്ടെന്ന് അത് നടപ്പിലാവും. നമ്മൾ വടക്കാഞ്ചേരി വാട്ടർ അതോറിറ്റിക്ക് നമ്മൾ വിളിച്ചു പറഞ്ഞ് ഉടനടി അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇന്നും ഇപ്പോൾ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. പൈപ്പ് എത്രയും വേഗം നന്നാക്കി ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് തെക്കുംകര മണ്ഡലം സെക്രട്ടറി KD ബാബു വാട്ടർ അതോറിറ്റിയിൽ പരാതി നൽകി. ചെന്ന് നേരിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, വിളിക്കുമ്പോൾ ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ അവർ കോൾ എടുക്കുന്നില്ല. അപ്പം നേരിട്ട് ഞാൻ ഓഫീസിൽ പോയി അപ്പോൾ ചോദിച്ചു എത്രയും പെട്ടെന്ന് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഇപ്പോൾ 2 ആഴ്ചയായി നമ്മൾ വിളിക്കണു, ഇതുവരെ അതിന് നടപടി ഉണ്ടായിട്ടില്ല. നമ്മൾ വാട്ടർ അതോറിറ്റി സംസ്ഥാന ഉപഭോക്തൃ പരാതി ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് 2 പ്രാവശ്യം പറഞ്ഞു, താങ്കളുടെ പരാതി വടക്കാഞ്ചേരി വാട്ടർ അതോറിറ്റി ഓഫീസിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നടപടി എടുക്കുമെന്നാണ് പറഞ്ഞത്.